ഹായ്. അപ്പോൾ കുറേ ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് നല്ല തിരക്കാണ്. നല്ല തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മില്ലുണ്ട്, കുറേയൊക്കെ അറിയായിരിക്കും, ഫ്ലോർ മില്ല്. നമ്മൾ കറി പൗഡറുകളെല്ലാം സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വണ്ടി എടുക്കലും അത് മാർക്കറ്റിൽ കൊണ്ടുപോകും, കുറച്ച് മില്ല് ഡെവലപ്പ് ചെയ്യേണ്ടതിൻ്റെ തിരക്കിലാണുള്ളത്. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത്. രാവിലെ പോകും, വൈകുന്നേരം ആവും. അതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്. ഒരുപാട് ആൾക്കാർ കമൻ്റായിട്ടും കാണുന്നെടുക്കുന്നതെല്ലാം ചോദിക്കുന്നത് ലക്ഷ്യം എന്നാൽ ഇപ്പം വീഡിയോ ഇടാത്തതെന്ന്. അങ്ങനെ ചോദിക്കുമ്പോൾ ആണ് ഞാൻ അറിയുന്നത് എൻ്റെ ഈ അടുത്ത ഏരിയയിൽ നിന്നെല്ലാം കമ്പെന്നെല്ലാം ഇന്നലെ എന്നോട് ആൾക്കാർ ചോദിച്ചാലോ ഞാൻ നേരം അറിയുന്നത് അത്ര അടുത്തുനിന്നെല്ലാം എൻ്റെ വീഡിയോസ് ആൾക്കാർ കാണുന്നുണ്ട് എന്നുള്ളത്. ഒരുപാട് സന്തോഷം. അങ്ങനെ എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്നെല്ലാം ചോദിക്കുക അറിയുമ്പോൾ ഒരു സ്നേഹം കൊണ്ടായിരിക്കും, അല്ലാണ്ട് എന്നെ ഇഷ്ടമല്ലെങ്കിൽ എന്തായാലും അത് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിലൊരുപാട് സന്തോഷം. അതിൻ്റെ ഇടയിൽ ഈ ദിവസത്തിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോസിൽ വരാത്ത ദിവസത്തിൻ്റെ ഇടയിൽ എൻ്റെ പിറന്നാൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വിഷസ് അയച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ നേരിട്ട് കണ്ടു പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. എന്താ പറയുക എന്ന് വെച്ചാൽ എൻ്റെ ഏകദേശം ഈ ഒരു വയസ്സ് കുറച്ചായി. പക്ഷേങ്കിൽ ഞാൻ ഇപ്പോൾ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോ സ്റ്റെക്കായി നിൽക്കുന്നതാണ്. വയസ്സ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എത്രയാണോ എന്നെ കാണുമ്പോൾ തോന്നുന്നത് അത് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വയസ്സൊന്നും പറയുന്നില്ല. പക്ഷേങ്കിൽ എൻ്റെ ഇത്രയും കാലത്തിനിടയിൽ വീട്ടിൽ നിന്ന് ഇപ്പം പായസം കഴിപ്പിക്കലും അതുപോലെ തന്നെ ഡ്രസ്സ് വാങ്ങിത്തരലും എല്ലാം ചെറുപ്പം മുതലേ ഉണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു ബർത്ത്ഡേ എന്ന് പറയുന്നത്, ഈ ഒരു പിറന്നാൾ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കൂല, അല്ലെങ്കിൽ മറക്കാൻ എനിക്ക് പറ്റാത്ത തരത്തിലുള്ള കുറച്ച് അനുഭവങ്ങളും അതുപോലെ തന്നെ കുറച്ച് ഗിഫ്റ്റും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കാണിക്കുക, ആ ഗിഫ്റ്റ് ഒന്ന് കാണിക്കുക, എൻ്റെ ഈ സന്തോഷം ഒന്ന് പറയുക, എല്ലാവരോടും ഒന്ന് നന്ദി പറയുക, വിശ്വസയച്ചവരോട് എല്ലാവരോടും ഒന്ന് നന്ദി പറയുക എന്നുള്ളൊരു വീഡിയോ കുറേ ദിവസമായി ചെയ്യണം. മെയ് 14 എൻ്റെ ബർത്ത്ഡേ. ഇന്ന് ഏകദേശം 22-ാം തീയതി ഞാൻ ഈ വീഡിയോ എടുക്കുന്നു. അപ്പോൾ ഏകദേശം 8 ദിവസം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ കാണിച്ചിട്ടില്ലെങ്കിൽ, ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു നന്ദികേടായിപ്പോവും. കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. അത്ര കുറേ മെസ്സേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാം. അതിനെല്ലാം കാരണം എന്ന് പറയുന്നത് ഈ യൂട്യൂബ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് കാണിക്കാൻ എനിക്ക് കിട്ടിയതാണ്. ഒരു ഷർട്ട് കിട്ടിയിട്ടുണ്ട്, വേറൊരു ഷർട്ട് കിട്ടിയിട്ടുണ്ട്, വേറൊരു ഷർട്ട്, ഒരു പാൻറ്റും ഉണ്ട്. ഇത് തന്നതാരാന്നൊന്നും ഞാൻ പറയുന്നില്ല. വളരെ പ്രിയപ്പെട്ടവർ തന്നെയാണ് ഇതെല്ലാം തന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഒരു വാച്ച് കിട്ടിയിട്ടുണ്ട്, ഒരു സ്മാർട്ട് വാച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും തന്നതാരാന്ന് ഞാൻ പറയുന്നില്ല. വീഡിയോ കാണുമ്പോൾ അറിയാം ആരാ തന്നിരുന്നുള്ളതെല്ലാം എനിക്ക് മനസ്സിലാവേണ്ടത്. ഞാൻ പറയാത്തതിനെ കൊണ്ട് വിഷമമെന്നാണ് അവർ പറഞ്ഞതിനെ കൊണ്ട് വിഷമായി പോണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. അപ്പോൾ ഇത്രയും ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ബർത്ത്ഡേക്ക്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ 12 മണിക്ക് കേക്ക് കട്ട് ചെയ്തു. നല്ലൊരു ഭയങ്കര ചെറിയ കുട്ടികൾ പറയുന്നവരെ തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക്. പക്ഷേങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ ആ ഒരു കുട്ടിത്വത്തിലാണ് ഉള്ളത്. ഞാനത് പറയുന്നതാണ്, എൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നതാണ് പറയുന്നതാണ്. അപ്പോൾ 12 മണിക്ക് കേക്ക് കട്ട് ചെയ്തു. ആ സമയത്ത് എൻ്റെ വിനീഷേട്ടൻ വന്നിട്ട് കെട്ടിപ്പിടിച്ചു. അപ്പോൾ അതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, അതിലൊരു ഇമോഷനാണ്. നമുക്കത് കൺവേ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ചിലതെല്ലാം നമുക്ക് ഇന്നതാണ് ബന്ധം അല്ലെങ്കിൽ ഇന്നതാണ് നമുക്ക് ചിലപ്പോൾ പറഞ്ഞു അറിയിക്കാൻ പറ്റില്ല. അതൊരു ഇമോഷനാണ് ചില. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ പറയുന്നതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരാളോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ബർത്ത്ഡേ ഒന്നും എൻ്റെ ഇതുവരെ ആരും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ ക്ലബ്ബിൽ നിന്ന് കേക്ക് മുറിക്കും, ചങ്ങായിമാരെല്ലാം പിന്നെ പായസം വെക്കും, വീട്ടിൽ നിന്ന് അമ്പലത്തിൽ പോകും, അതെല്ലാം പരിപാടി. ഇങ്ങനെ ഒരു കേക്ക് മുറി ഇങ്ങനെ എന്തോ ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞതാ. അപ്പോൾ ഇവർ കുറച്ച് ആൾക്കാരോട് പ്ലാൻ ആക്കിയിട്ട് അവർ പയ്യാമ്പലം ബീച്ചിലേക്ക് എന്നെ വിളിച്ചു. അവരെല്ലാവരും അവിടെ എത്തി, എന്നിട്ട് കേക്ക് മുറിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ്. ചെറിയ ജീവിതമല്ലേ, നമ്മളെല്ലാം ഇത്ര കാലം എങ്ങനെയാണെന്നൊന്നും ആർക്കും അറിയില്ല. ഇന്ന് കിടന്നാൽ നാളെ ഉണ്ടോയെന്ന് പോലും ആർക്കും അറിയില്ല. അപ്പോൾ ഞാനിങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളിലെല്ലാം സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റേതാണെന്ന് എൻ്റേതാണെന്ന് വിചാരിക്കുന്ന ആളുടെ ഞാൻ ഓവർ സ്വാതന്ത്ര്യം കാണിക്കും. അപ്പോൾ അത് ചിലപ്പോൾ അവർക്ക് വിഷമാവും, എനക്ക് വിഷമാവും. ഞാൻ എൻ്റെ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയെല്ലാം കൊണ്ട് എൻ്റെ എന്തെങ്കിലും രീതിയിലുള്ള ഇത്രയും വർഷത്തിനിടയിൽ ഒരുപാട് ആൾക്കാർ പണങ്ങി പോയിട്ടുണ്ട് എൻ്റെ നിന്ന്. അതൊന്നും ഞാനൊരു ചതിയനായനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദുഷ്ടനായനെ കൊണ്ടോ അല്ല. ഞാൻ അവരോട് കാണിക്കുന്ന ഓവർ സ്നേഹമാണ് ഇതിലുള്ള പ്രശ്നം. അപ്പോൾ അതെനിക്ക് അറിയാം, അത് ഭയങ്കര മോശമാണെന്ന് എനിക്കറിയാം. പക്ഷേങ്കിൽ അത് തിരുത്താൻ പറ്റുന്നില്ല. അതേപോലെ എനിക്ക് തിരിച്ച് കിട്ടാണ്ടിരിക്കുമ്പോൾ എനിക്ക് വിഷമാവും, സങ്കടമാവും, അറിയാം എനിക്ക് അത്. പക്ഷേങ്കിൽ എന്നാലും മാറ്റാൻ പറ്റുന്നില്ല, ആ സ്വഭാവം മാത്രം മാറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ എനിക്ക്
പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതെൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്കൊരു കുട്ടി, എൻ്റെ ഒരു അനിയത്തി തന്നതാണ്. അപ്പോൾ അവളിന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നെയത്. അപ്പോൾ ഇതൊരിക്കലും ഞാൻ കളയൂല. ഇത് അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ റൂമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഞാൻ ഒരിക്കലും കളയില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനെയെല്ലാം വേണം ജീവിതം, ഇല്ലെങ്കിൽ ഒരു അർത്ഥമില്ല. അതിൽ നമ്മൾ ഒരുപാട് പൈസയോ അല്ല അതിൻ്റെ എല്ലാം അപ്പുറത്ത് ഉണ്ടായതിനെ കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ തിരിച്ചറിയുന്നത്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ മില്ലിൻ്റെ തിരക്ക് എന്ന് പറയുന്നത് മില്ലിൻ്റെ ഇതുകൊണ്ട് തന്നെയാണ് തിരക്ക്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അക്ഷയൻ്റെ മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇതെല്ലാം നിങ്ങളെ മില്ലിൻ്റെ പ്രൊഡക്റ്റ് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ നമ്മളെ മാർക്കറ്റുകളിൽ ഏകദേശം നമ്മൾ ഈ അടുത്തുള്ള മാർക്കറ്റുകളിലെല്ലാം ഷോപ്പുകളിൽ ഞാൻ വെക്കുന്നുണ്ട് പൊടികൾ. തനിമ ഫ്ലോർ മിൽ എന്നാണ് പേര്. തനിമ ഫ്ലോർ മിൽ നാടൻ കറി പൗഡറുകൾ എന്ന് പറഞ്ഞിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, ഈ 4 പ്രൊഡക്റ്റാണുള്ളത്. അപ്പോൾ ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ എൻ്റെ പ്രൊഡക്റ്റ് ഏതെല്ലാം ഷോപ്പുകളിൽ വെക്കുന്നുണ്ട് എന്നുള്ള ഷോപ്പും അവിടുത്തെ ഡീറ്റെയിലും ഏതാണ് സ്ഥലം എന്നൊക്കെ കാണിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചാനൽ തുടങ്ങുന്നതിൻ്റെ ഉദ്ദേശം കുറച്ച് കാര്യങ്ങളാണെന്ന്. അത് ഞാൻ 1 by 1 ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ഞാനൊരു വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ യൂട്യൂബ് വരുമാനം വന്നു തുടങ്ങുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു പങ്കെടുത്തിട്ട് സ്കൂൾ തുറക്കുമ്പോൾ സ്കൂൾ കുട്ടികൾക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന രക്ഷിതാക്കളുള്ള അവരെ മക്കൾ കുട്ടികൾക്ക് ഞാൻ എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നാളെ ചെയ്യാം. അത് ഞാൻ അതിൻ്റെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നാളെ പറ്റൂലെങ്കിൽ ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു ദിവസമായിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ, സ്കൂൾ തുറക്കാനായി ഇനി ലേറ്റ് ആകുന്നില്ല, എന്തായാലും അതിൻ്റെ കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ അതാർക്കാണ് അർഹത എന്നുള്ളതും ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ഒരു സന്തോഷം പങ്കുവെക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. അതുവരെ ബൈ.